ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറിയാണേ. ഗോപു, തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ടടാ മോനെ? ഈ ഡയലോഗ് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരോട് പറയുന്നതാണെന്നും ഏത് സിനിമയിലാണെന്നും ഒക്കെ നിങ്ങളെല്ലാവർക്കും പരിചയമുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ഇന്നത്തെ കഥയിലെ കഥാനായകൻ്റെ പേരും ഗോപു എന്നാണ്. ഗോപു എന്ന കൗമാരക്കാരനും മീന എന്ന അവൻ്റെ ആൻറ്റിയും തമ്മിലുള്ള ഒരു അടിമ കച്ചവടത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഗോപുവിന് ഡിഗ്രിക്ക് വീട്ടിൽ നിന്നും അകലെയുള്ളൊരു കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത്. ദിവസവും പോയി വരാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഗോപുവിനെ കോളേജിനടുത്തുള്ള അമ്മാവൻ്റെ വീട്ടിലേക്ക് വീട്ടുകാരയക്കുന്നിടത്ത് നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഇനി ഞാൻ ഗോപു ആയാണ് കഥ പറയുന്നത്. അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ എനിക്കത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അമ്മാവൻ വിദേശത്താണ്. വീട്ടിലാണെങ്കിൽ വയസ്സായ മാമൻ്റെ അച്ഛനും അമ്മയും പിന്നെ ആൻറ്റിയും മകനും മാത്രം. എനിക്കവിടെ അത്ര പരിചയക്കാരോ സുഹൃത്തുക്കളോ ഇല്ല. വല്ലപ്പോഴും വെക്കേഷൻ സമയത്തോ വിശേഷ സമയങ്ങളിലോ മാത്രമാണ് പോകാറ്, അതും കുടുംബസമേതം. വീട്ടിൽ അമ്മയോടും അച്ഛനോടും ഒക്കെ പോകുന്നില്ലെന്ന് കുറേ തർക്കിച്ച് നോക്കിയെങ്കിലും ഫലം ഉണ്ടായില്ല. ഒടുക്കം പെട്ടി പാക്ക് ചെയ്യേണ്ടി വന്നു. അമ്മായി ഒരു ആറ്റം ചരക്കാണെന്ന് എനിക്ക് നന്നേ ബോധ്യമുണ്ട്. അവരെ ഓർത്ത് പലതവണ ഇതാക്കിയിട്ടുമുണ്ട്. പക്ഷേ അമ്മായി ഒരു കാർക്കശ്യക്കാരിയാണ്. മാമൻ്റെ അടുത്ത് പോലും അത്ര വിധേയത്വം കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരോട് ഞാനത്ര ക്ലോസ് ആയിട്ട് ഇടപഴകി ശീലവുമില്ല. മീന എന്നാണ് അമ്മായിയുടെ പേര്. 35 വയസ്സോളം പ്രായമുണ്ട്. മകൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചെറുക്കനെ തല്ലിയാണ് പഠിപ്പിക്കുന്നതും ഹോംവർക്ക് ചെയ്യിക്കുന്നതും. ആരെങ്കിലും തടയാൻ ചെന്നാലോ? എൻ്റെ മകൻ്റെ കൂടെ നല്ല ഭാവിക്കാണ് തല്ലുന്നത്, അത് നിങ്ങൾക്ക് ഞാൻ പിന്നീട് ബോധ്യപ്പെടുത്തിക്കോളാം എന്ന് പറയും. ആൻറ്റി ഒരെണ്ണം പറഞ്ഞ പെണ്ണാണ്. നല്ല പൊക്കവും അതിനൊത്ത നല്ല വണ്ണവും ഒക്കെയുണ്ട്. എന്നാൽ അമിതമായി തടിച്ചിട്ടുമില്ല. ഒരു മീഡിയം റേഞ്ച്. സൗന്ദര്യകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധയുള്ളതുകൊണ്ട് ഇടയ്ക്കിടെ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാറുണ്ട്. ഏതൊരാണിനും ഹാലിളകുന്ന സ്ട്രക്ചറാണ് മൂപ്പത്തിക്ക്. ദൃശ്യം സിനിമയിലെ മീനയെ കൂട്ടിരിക്കും കാണാൻ. അമ്മായിയുടെ അഴകിൻ്റെ ഭാഗമായുള്ള പിന്നഴക് എടുത്തു പറയേണ്ടതാണ്. കൈവിരലുകളും കാൽവിരലുകളും എപ്പോഴും നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടാണ് കണ്ടിട്ടുള്ളത്. അടുക്കളപ്പണി ചെയ്യുമ്പോൾ അമ്മായി ഗ്ലൗസ് ഉപയോഗിക്കുന്നത് കയ്യിൻ്റെ മിനുസം നഷ്ടപ്പെടാതിരിക്കാനാണെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്മായിയെക്കുറിച്ച് അത്ര മോശമല്ലാത്ത കഥകളും ബന്ധുക്കൾക്കിടയിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് അമ്മാവനുമായുള്ള കല്യാണത്തിന് മുമ്പ് മറ്റൊരു അഫെയർ ഉണ്ടായിരുന്നെന്നും ഇപ്പോഴും ചെറുപ്പക്കാരായ ചില പയ്യന്മാരുമായി എന്തൊക്കെയോ ഇടപാടുണ്ടെന്നൊക്കെ ഗോസിപ്പുകളുണ്ട്. ഒരുപക്ഷെ അവരുടെ കാർക്കശ്യ സ്വഭാവം കാരണമാകാം. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസമെത്തി. എൻ്റെ അമ്മ അമ്മായിക്ക് ഫോൺ വിളിച്ച് ഞാൻ പുറപ്പെട്ടിട്ടുണ്ടെന്നും ഉച്ച കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുമെന്നൊക്കെ പറയുന്നത് ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞിറങ്ങി. ഞാനൊരു ഓട്ടോ പിടിച്ച് മാമൻ്റെ വീട്ടിലെത്തി. ഗേറ്റിന് വെളിയിലാണ് ഓട്ടോ നിർത്തിയത്. ഞാൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. 2 നില വീടാണ്. സാമാന്യം വലിയ വീട്. മാമന് ദുബായിൽ സ്വന്തമായി സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി വലിയ മോശമില്ല. വീടിന് മുൻവശത്ത് ആരുമില്ല. ഞാൻ ചെന്ന് ബെല്ലടിച്ചപ്പോൾ അമ്മയുടെ അമ്മ, അതായത് മുത്തശ്ശിയാണ് വാതിൽ തുറന്നത്. മുത്തശ്ശി എന്നെ കണ്ട് ചിരിച്ചു. ഞാൻ ഉമ്മറത്തേക്ക് കയറുന്നതിനിടയ്ക്ക് മുത്തശ്ശി സംസാരിച്ചു തുടങ്ങി. "ആ, നീ വന്നോ കുട്ടിയെ? ബീന പറഞ്ഞിരുന്നു ഇന്ന് വരുമെന്ന്." "ആ, അപ്പോൾ അമ്മായി ഇല്ലേ ഇവിടെ?" ഞാൻ ഉമ്മറത്തെ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു, ബാഗ് കസേരയുടെ അടുത്ത് വെച്ചിട്ട്. "ഇല്ല, അവൾ ബാങ്കിലെ എന്തോ ആവശ്യത്തിന് പോയതാ. ഇപ്പോൾ വരാറായി ഉണ്ടാവും. കുട്ടി ഈ ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് നടന്നോളൂ. മുകളിലെ മുറി ശരിയാക്കി ഇട്ടിട്ടുണ്ട്. വസ്ത്രമൊക്കെ മാറി വരുമ്പോഴേക്കും മുത്തശ്ശി ചോറെടുക്കാം." "വേണ്ട മുത്തശ്ശി, ഞാൻ വരുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ഇനിയിപ്പോൾ വേണ്ട." "മുത്തശ്ശൻ എന്തിയേ?" "അത് ഉറങ്ങാൻ കിടന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ ഒരു മയക്കം പതിവാ." "ആ, എന്നാ വിളിക്കണ്ട, ഉണരുമ്പോൾ കാണാം" എന്നും പറഞ്ഞ് ഞാൻ മുകളിലെ റൂമിലേക്ക് കയറി.
നല്ല വൃത്തിയോടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റൂം. കട്ടിലും ബെഡും സോഫയും ടേബിളും അതിന്മേലൊരു ലാമ്പും എല്ലാം ഉണ്ട്. എയർ കണ്ടീഷനുള്ള റൂമുമാണ്. ഞാൻ ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച ശേഷം ഒരു 3/4 ടീഷർട്ടും എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. ഉമ്മറത്തെ സോഫയിലേക്ക് ഇരുന്നു. അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂട്ടറിൽ അമ്മായി കടന്നു വരുന്നത് കണ്ടു. ഒരു പച്ച ബ്രൗൺ നിറത്തിൽ ഡിസൈനുള്ള സാരിയും ബ്രൗൺ നിറത്തിലുള്ള കൈയിനിറക്കം കുറഞ്ഞ ബ്ലൗസുമാണ് വേഷം. സാരിത്തലപ്പ് അരക്കെട്ടിലൂടെ ചുറ്റിയെടുത്ത് അരയിൽ കെട്ടിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പോഴുള്ള അപകടം ഒഴിവാക്കാനാകണം. എന്നാലും ഹെൽമെറ്റ് ധരിച്ചിട്ടുമില്ല. അമ്മായി സ്കൂട്ടർ കാർ പോർച്ചിലേക്ക് കയറ്റി നിർത്തിയ ശേഷം വണ്ടിയിൽ നിന്നിറങ്ങി. ഞാൻ റെസ്പെക്റ്റിൻ്റെ ഭാഗമായി ഒന്ന് എണീറ്റ് നിന്നു. അമ്മായി എന്നെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിയ ശേഷം വണ്ടിയുടെ സീറ്റ് ഉയർത്തി അതിൽ നിന്നും എന്തൊക്കെയോ കടലാസുകൾ എടുത്ത ശേഷം ഉമ്മറത്തേക്ക് കയറി. ആൻറ്റി അരയിൽ തിരികെ സാരി നേരെയാക്കിയ ശേഷം പാറിക്കിടന്ന മുടിയിഴകൾ കൈകൾ ഉയർത്തി മാടിയൊതുക്കി. ആൻറ്റി കൈകൾ ഉയർത്തിയപ്പോൾ ആൻറ്റിയുടെ കക്ഷം വിയർപ്പാൽ നനഞ്ഞ് തുണി മുഷിഞ്ഞ പോലെ കാണപ്പെട്ടു. ആൻറ്റിയുടെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഗന്ധം കൈ ഉയർത്തിയപ്പോൾ അനുഭവപ്പെട്ടു. വലത് കൈയിൽ ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റും ഇടം കൈയിൽ ആൻറ്റി ഒരു ബ്രാൻഡഡ് ഫീമെയിൽ വാച്ചും കെട്ടിയിട്ടുണ്ട്. ആൻറ്റി കടലാസുകൾ ഒരു കസേരയിലേക്കിട്ടു. എന്നിട്ട് അതിനടുത്തുള്ള കസേരയിലേക്കിരുന്നു. കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് കൊണ്ട് കഴുത്തും ചുണ്ടും തുടച്ചു. ആൻറ്റി നാവ് നീട്ടി ചുണ്ടുകളെ നനച്ചു. "ആ, നീ ഇരിക്കടാ ഗോപു," ആൻറ്റി എന്നോടായി പറഞ്ഞു. ഞാൻ സോഫയിലേക്കിരുന്നു. ഞാൻ ഒളികണ്ണിട്ട് ആൻറ്റി അടിമുടി ഒന്ന് നോക്കി. കാലിൽ ഒരു കാല് കയറ്റി വെച്ചാണ് ആൻറ്റി ഇരിക്കുന്നത്. കാലിൽ ഒരു സ്വർണ്ണപാദസരം തിളങ്ങിക്കിടക്കുന്നുണ്ട്. സാരി ഒരൽപ്പം ഉയർന്നു കിടക്കുന്ന കാരണം രോമങ്ങളില്ലാത്ത കണങ്കാലിൻ്റെ ഭാഗം കാണാം. കാൽനഖങ്ങളിൽ കറുത്ത നെയിൽ പോളിഷ് ഇട്ടിരിക്കുന്നു. ആ വെളുത്തു ചുവന്ന കാൽവിരലുകൾ പോലും ഏതൊരാണും മോഹിക്കും. ആൻറ്റിയുടെ വയറിൻ്റെ ഒരു ഭാഗം കാണാം. പക്ഷേ സാരി കിടക്കുന്ന കാരണം പൂർണ്ണമായും വ്യക്തമായി ഒന്നും കാണാനില്ല. കക്ഷത്തിൻ്റെ ഭാഗത്തും വശങ്ങളിലേക്കും വിയർപ്പ് പരന്നിട്ടുണ്ട്. ആൻറ്റി ബാങ്കിൽ നിന്നും കൊണ്ടുവന്ന കടലാസുകൾ നോക്കുകയാണ്. അതിനിടയ്ക്ക് എന്നെ മുഖമുയർത്തി ഒന്ന് നോക്കി. ഞാൻ ആൻറ്റിയുടെ കക്ഷത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ആൻറ്റി നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. ആൻറ്റി കടലാസുകളൊക്കെ നേരെ നോക്കി ശരിയാക്കിയ ശേഷം ഒരു കവറിലിട്ടു. "ആ, നിൻ്റെ മാമൻ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്ലോസ് ചെയ്യാൻ പോയതാ. നീ വന്നിട്ട് കുറേ നേരം ആയോടാ?" "ഇല്ല, കുറച്ചേ ആയുള്ളൂ." "കുട്ടൂസ്, അതായത് ആൻറ്റിയുടെ മകൻ, ക്ലാസ് കഴിഞ്ഞ് വരാറായോ?" ഞാൻ ആൻറ്റിയോട് ചോദിച്ചു. ആൻറ്റി വലിയ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. "ആ, ഇപ്പോൾ ഹോസ്റ്റലിൽ നിർത്തിയേക്കുക. എൻ്റെ അടി പിടിച്ച് ഹോസ്റ്റലിൽ നിന്നോളാമെന്ന് കഴിഞ്ഞ ആഴ്ച നിൻ്റെ മാമൻ വിളിച്ചപ്പോൾ പരാതി. അങ്ങനെ സ്കൂൾ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു." എന്ന് മാത്രം ഞാൻ മൂളി. ആകെ ഒരാശ്വാസമാകുമെന്ന് കരുതിയ ചെറുക്കനും ഇവിടെ ഇല്ല. 2 വയസ്സായ ഐറ്റങ്ങൾ മാത്രമുണ്ട്. ഞാനൊരു ആത്മകഥം പറഞ്ഞ് സോഫയിലേക്ക് ചാഞ്ഞു. അമ്മായി എണീറ്റു. "നിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിയില്ലേ? എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കണ്ട. ഒടുക്കമൊന്നും ചെയ്തില്ല പറഞ്ഞില്ല എന്നൊന്നും പരാതി കേൾക്കരുത്." അമ്മായിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നതായി എനിക്ക് തോന്നി. മുഖത്തടിച്ച പോലെയാണ് പലപ്പോഴും ഇവരുടെ സംസാരം. "ഇല്ലമ്മായി, ഞാൻ എന്തെങ്കിലും ഉണ്ടെ അറിയിക്കാം." "ആ ശരി, നോക്കിയും കണ്ടുമൊക്കെ നിന്നോണം. കോളേജ് കഴിഞ്ഞാൽ വീട് വിട്ടാൽ കോളേജ്. അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ നിന്നുകൊണ്ട് പറ്റില്ല. മനസ്സിലായല്ലോടാ?" ആൻറ്റി കടുപ്പിച്ചെന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ സമയത്ത് ആൻറ്റിക്കൊരു കോള് വന്നു. "ആ, നീ ഇവിടെ ഇരി, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ" എന്ന് പറഞ്ഞ് ആൻറ്റി അകത്തോട്ട് കയറി ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചുകൊണ്ട് ആൻറ്റിയുടെ മുറിയിലേക്ക് കയറി. ആൻറ്റിയുടെ കടുത്ത രീതിയിലുള്ള സംസാരം എനിക്ക് പിടിച്ചില്ലെങ്കിലും ആൻറ്റിയുടെ രൂപവും ശരീരവും മനസ്സിലോർന്നപ്പോൾ എനിക്ക് മൂടായി. അവരുടെ പരന്ന കീഴ്ചുണ്ടുകൾ അവരിടയ്ക്കിടെ നാവ് നീട്ടി നനയ്ക്കുന്നതും കക്ഷത്തെ വിയർപ്പും കാലിലെ കൊലുസുമെല്ലാം ഓർത്തപ്പോൾ എനിക്ക് എന്തോ ഒക്കെ ഉണർന്നതായി തോന്നി. ആ ദിവസം അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ തള്ളി നീക്കി. വിരസമായ ജീവിതവും കോളേജ് ലൈഫും ഒരുമാതിരി ജയിൽ ജീവിതം. രാവിലെ ക്ലാസ്സിന് പോയാൽ കൃത്യം 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം എന്നൊക്കെയാണ് ആൻറ്റിയുടെ ഉത്തരവ്. ഇടയ്ക്ക് വല്ല സിനിമയും കാണണമെന്ന് പറഞ്ഞാൽ പോലും മൈൻഡ് ചെയ്യില്ല.
പഠിക്കാനാണ് ഇവിടെ വന്നതെങ്കിൽ അത് ചെയ്താൽ മതി. ഇനി എന്നെ ധിക്കരിച്ച് പോകുന്നെങ്കിൽ നീ പൊക്കോ, പക്ഷേ പിന്നെ പൊറുതി ഇവിടെ നടക്കില്ല എന്നൊരു ദിവസം എന്നോട് രൂക്ഷമായി അമ്മായി സംസാരിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത കാരണം എനിക്ക് മറുത്തു പറയാനും കഴിഞ്ഞില്ല. മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ആൻറ്റിയെ വലിയ കാര്യമാണ് താനും. ഒരു വശത്ത് ഇങ്ങനെയാണെങ്കിലും അമ്മായിയുടെ സൗന്ദര്യവും ശരീരവും എൻ്റെ ഉറക്കം നശിപ്പിച്ചു തുടങ്ങിയിരുന്നു. ആൻറ്റിയെ ഓർത്ത് ഞാൻ ദിവസവും സ്വപ്നം കാണാൻ തുടങ്ങി. ആൻറ്റി അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ അറിയാത്ത ഭാവത്തിൽ തട്ടാനും മുട്ടാനുമൊക്കെ വരും ദിവസങ്ങളിൽ തുടങ്ങി. ആൻറ്റിക്കും വലിയ എതിർപ്പുള്ളതായി തോന്നിയില്ല. അതോ അവരെൻ്റെ ഉദ്ദേശശുദ്ധി അറിയാത്ത കൊണ്ടാണോ ആവോ. ആൻറ്റി എന്തോ ആവശ്യത്തിന് പുറത്തു പോയ തക്കത്തിന് അവരുടെ ബ്ലൗസും ബ്രായും മണത്തു നോക്കുന്നതും വിയർപ്പ് കിട്ടിയ ബ്ലൗസിൻ്റെ കക്ഷത്ത് നക്കുന്നതുമൊക്കെ എൻ്റെ സ്ഥിരം കലാപരിപാടിയായി. പക്ഷേ എൻ്റെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിച്ച് ഒരു ദിവസം ഞാൻ കൈയോടെ പിടിക്കപ്പെട്ടു. ആൻറ്റി വീട്ടിലില്ലാത്തൊരു സമയത്ത് ഞാൻ അവരുടെ മുഷിഞ്ഞ വസ്ത്രമെടുത്ത് എൻ്റെ മുറിയിലേക്ക് പോയി. ഗന്ധം ഞാൻ ആസ്വദിച്ചു. ഓരോ കുരുത്തക്കേട് ചെയ്യുന്നതിനിടെ അമ്മായി എൻ്റെ റൂമിലെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഒരു വയലറ്റ് നിറത്തിലുള്ള ചുരിദാറാണ് അമ്മായിയുടെ വേഷം, കറുത്ത പാൻറ്റും. അമ്മായിയെ കണ്ട വെപ്രാളത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി. അമ്മായി ശാന്തയായി കൈ ഉയർത്തി മുടി മാടി കെട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച വസ്ത്രം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഞാനത് ചുരുട്ടിപ്പിടിച്ചിരുന്ന ഇടം കൈ പിറകിലേക്ക് പിടിച്ചു. അമ്മായി എൻ്റെ മുൻപിലെത്തി വലത് കൈത്തല നീട്ടി. ആ കയ്യിലുള്ള സാധനം ആവശ്യം കഴിഞ്ഞെങ്കിൽ ഇങ്ങ് തരണം സാറേ. അമ്മായി പുച്ഛത്തോടെ എൻ്റെ മുഖത്തോട്ട് നോക്കി. ഞാൻ മടിച്ചു നിന്നു. എന്താടാ നിൻ്റെ കൈ പൊങ്ങുന്നില്ലേ? ആൻറ്റിയുടെ ശബ്ദം സ്വല്പം ഉയർന്നു. ഞാൻ മുഖം താഴ്ത്തി നിന്നു. എനിക്ക് നെഞ്ചിടിപ്പ് കൂടുന്നതായി തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ. ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം ചോർന്നു പോയി. ഞാൻ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ബ്ലൗസ് പതിയെ താഴേക്കിട്ടു. എൻ്റെ കാലുകൾക്ക് പിറകിലായി അത് വീണു. ഞാൻ മുഖമുയർത്തി ആൻറ്റിയെ നോക്കിയതും ആൻറ്റിയുടെ വലത് കൈ എൻ്റെ കവിളത്ത് വന്ന് വീണതും ഒപ്പമായിരുന്നു. നായിൻ്റെ മോനെ, നിന്നോട് താഴെ ഇടാനാണോ അതോ കയ്യിൽ തരാനാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. നല്ല ശക്തിയുള്ള അടിയായിരുന്നു ആൻറ്റിയുടേത്. എൻ്റെ മുഖം ആ അടിയോടെ ചുവന്നു. എനിക്ക് താടിയും മീശയില്ലാത്ത കാരണം ആ അടിയുടെ പാടെടുത്ത് കാണാം. എന്താടാ നായേ, പറഞ്ഞത് കേട്ടില്ലേ നീ? മര്യാദയ്ക്ക് അതെടുത്ത് എൻ്റെ കയ്യിലേക്ക് വെക്ക്. ബാക്കി ഞാൻ പിന്നെ പറയാം. ആൻറ്റിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും മുഖത്ത് ഭാവവ്യത്യാസമില്ലാത്തത് എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷേ ആൻറ്റി ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. കഴുത്തിലും ചുണ്ടുകൾക്ക് മീതെയും വിയർപ്പ് കണങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ കുനിഞ്ഞ് താഴേക്കിട്ട ബ്ലൗസും മറ്റും എടുത്തു. ആൻറ്റിയെ നോക്കി. ആൻറ്റി അതെൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് വാങ്ങി. കൊള്ളാവോടാ മണം? സത്യം പറഞ്ഞോണം കേട്ടോടാ? ആൻറ്റി എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അത് ആൻറ്റി, ഞാൻ അറിയാതെ എന്നൊക്കെ വിക്കി. ഞാൻ വിക്കിക്കൊണ്ടിരിക്കെ ആൻറ്റി എൻ്റെ കവിളത്ത് ഒരിക്കൽ കൂടി വീശിയടിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തല കറങ്ങി. ഞാൻ നിൻ്റെ ആരാടാ നായിൻ്റെ മോനെ എന്ന് അമ്മായി അടിച്ച ശേഷം ഗൗരവത്തോടെ ചോദിച്ചു. അമ്മായി എന്ന് ഞാൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അപ്പോൾ അത് നിനക്കറിയാം, പിന്നെന്താടാ ഇത് നീ അറിയാതെ ചെയ്തെന്ന് പറഞ്ഞത്? ഞാനൊന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു. ആൻറ്റി ഒന്നും മിണ്ടാതെ റൂമിലുള്ള ടേബിളിൻ്റെ അടുത്തേക്ക് നീങ്ങി അതിന്മേൽ വെച്ചിട്ടുള്ള മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വന്നു. ഇത് വാങ്ങിക്കടാ നായേ, എന്നിട്ട് അതിലെ വീഡിയോ ക്ലിപ്സ് ഒന്ന് പ്ലേ ചെയ്തേ. ആൻറ്റി പരിഹാസത്തോടെ എൻ്റെ നേർക്ക് മൊബൈൽ നീട്ടി. ഞാൻ മൊബൈൽ വാങ്ങി അതിലെ വീഡിയോസ് പ്ലേ ചെയ്ത് തുടങ്ങി. ഞാൻ മുമ്പ് ആൻറ്റിയുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതും ഓരോ കുരുത്തക്കേട് ചെയ്യുന്നതുമായ വീഡിയോ. എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. ആൻറ്റി കയ്യും കെട്ടി എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഇതൊക്കെ നീ അറിയാതെയാണോടാ തൈരെ നടന്നേ? എൻ്റെ റൂമിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുള്ളത് ഊമ്പാനല്ല കേട്ടോടാ. ആൻറ്റി എൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് എൻ്റെ മുഖം ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരലിൽ ഉയർത്തി. ശേഷം വലത് കൈ കൊണ്ട് മുഖത്ത് വീണ്ടും അടിച്ചു. ഞാൻ തല തിരിച്ചപ്പോൾ മറ്റേ വശത്ത് ഇടത് കൈയാലും അമ്മായി ഒന്ന് പൊട്ടിച്ചു. ഞാൻ നിൻ്റെ അമ്മായിയാണല്ലേടാ, അത് നിനക്കറിയാം. പക്ഷേ ഇമ്മാതിരി തന്തയില്ലായ്മ നിൻ്റെ തള്ളയുടെ അടുത്ത് നീ ചെയ്യുവോടാ നായേ? അമ്മായി, എനിക്കൊരബദ്ധം.
ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഭയവും നാണക്കേടും കാരണം ശബ്ദം ശരിക്കും ഉയരുന്നില്ല. നീ എൻ്റെ ആരാടാ? ആൻറ്റി കട്ടിലിലേക്കിരുന്നു കൊണ്ട് മുടി മാടിക്കൊണ്ട് ചോദിച്ചു. ആൻറ്റി അധികാരഭാവത്തിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്നു. മരുമകൻ എന്ന് ഞാൻ പതിയെ പറഞ്ഞു. ആൻറ്റി ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചു. ആ ബന്ധമൊക്കെ ഇതോടെ മറന്നു ഞാൻ. ഇനി ഞാൻ പറയുന്ന പോലെ നീ ഇവിടെ കഴിഞ്ഞോണം കേട്ടോടാ. ആൻറ്റി ചോദ്യഭാവത്തിൽ നിർത്തി. എന്താടാ മോനെ, നിന്റെ നാവിറങ്ങിപ്പോയോ? എന്നെ അനുസരിച്ച് ഇവിടെ കഴിയാൻ പറ്റുമോ എന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. ആൻറ്റി കട്ടിലിൽ നിന്ന് എണീറ്റു. മുഖം കുനിച്ചു നിൽക്കുന്ന എൻ്റെ മുടിയിൽ ബലമായി കുത്തിപ്പിടിച്ച് മുഖം പൊന്തിച്ചു. നീ മര്യാദയ്ക്ക് ഇവിടെ ഞാൻ പറയുന്ന പോലെ കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ട വീഡിയോ നിൻ്റെ തള്ളയുടെ ഫോണിലേക്ക് വാട്സാപ്പ് മെസ്സേജായി പോകും. എന്താ വേണോടാ? ആൻറ്റി ക്രൂരമായി ചിരിച്ചു. പിന്നെ ഫാമിലി ഗ്രൂപ്പ് നിൻ്റെ മാമനും ഒക്കെ അയക്കാം. അവരൊക്കെ അറിയട്ടെ കുടുംബക്കാരൻ്റെ അമ്മായി സ്നേഹം. എന്താ വേണോടാ? ഞാൻ എന്ത് പറയണം എന്നറിയാതെ നിന്നു. ആൻറ്റി എൻ്റെ അടിവയറ്റിൽ കടന്നു പിടിച്ച് ഞെരിച്ചു. ഞാൻ വേദന കൊണ്ട് കരച്ചിലിൻ്റെ വക്കിലെത്തി. വാ തുറന്ന് പറയടാ നായിൻ്റെ മോനെ. അമ്മായിയുടെ ഇഷ്ടം പോലെ. ഞാൻ വേദനയ്ക്കിടെ പറഞ്ഞൊപ്പിച്ചു. അമ്മായി എൻ്റെ വയറ്റിലെ പിടുത്തം വിട്ടു. തലയിലെ പിടിയും അയച്ചു. എൻ്റെ ഇഷ്ടം പോലെയല്ലേ? ആൻറ്റി സ്വയം പറഞ്ഞ് പതിയെ ചിരിച്ചു. അപ്പോൾ ഇനി മുതൽ നീ എൻ്റെ മരുമോനല്ല കേട്ടോടാ. യജമാനത്തിയോട് അനുസരണയുള്ള നായ പോലെ എന്നെ സേവിച്ച് എൻ്റെ കാൽ ചുവട്ടി കിടന്നോണം. ഞാൻ തലയാട്ടി. അമ്മായി എൻ്റെ മുൻപിൽ വന്ന് നിന്നു. എൻ്റെ മുഖമുയർത്തി. സാധാരണ നായ എങ്ങനെയാ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്നറിയാവോടാ? ആൻറ്റി ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. വാലാട്ടിയും നക്കിയും. നിനക്കിപ്പോൾ വാലില്ല, അതുകൊണ്ട് നക്കി സ്നേഹം കാണിച്ചാൽ മതി. തൽക്കാലം നീ താഴെ ഇരിക്കടാ. മുട്ടുകുത്തി നായ ഇരിക്കും പോലെ വേണം. ആൻറ്റി ആജ്ഞാപിച്ചു. ഞാൻ തറയിൽ മുട്ടുകുത്തിയിരുന്നു. ആൻറ്റി കട്ടിലേക്ക് കൊണ്ട് എൻ്റെ മുഖത്തിന് നേരെ ആൻറ്റിയുടെ വലത് കാൽപാദം നീട്ടി. ഞാൻ ആദ്യം ഒന്ന് മുഖം തിരിച്ചപ്പോൾ ആൻറ്റി എൻ്റെ മുഖത്തേക്ക് കാലുകൊണ്ട് പതിയെ ചവിട്ടി. അനുസരിക്കടാ നായേ എന്ന് പറഞ്ഞ് എൻ്റെ വായിലേക്ക് ആൻറ്റിയുടെ വലത് കാൽപാദത്തിൻ്റെ തള്ളവിരൽ തള്ളിക്കയറ്റി. ആൻറ്റിയുടെ സ്വർണ്ണപാദസരം നാഗം പിണഞ്ഞ് കിടക്കുന്ന പോലെ ആൻറ്റിയുടെ കാലിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു. ഞാൻ അനുസരണയുള്ള നായയെപ്പോലെ ആജ്ഞ അനുസരിച്ചു. മതിയടാ, ഇനി എണീറ്റോ? ആൻറ്റി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നു. പിന്നെ നായയെപ്പോലെ മുറിയുടെ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് 4 കാലിൽ നടത്തിച്ചു. ഞാൻ കുരയ്ക്കാൻ പറയുമ്പോൾ കുരയ്ക്കണം, ചാടാൻ പറഞ്ഞാൽ ചാടണം കേട്ടോടാ നായേ. ഞാൻ അതേ എന്ന് തലയാട്ടി. എന്നാൽ ഇപ്പോൾ ഒന്ന് കുരച്ചേ. ഞാൻ ബൗ ബൗ എന്ന് കുരച്ചു. ആൻറ്റി പൊട്ടിച്ചിരിച്ചു. ഇപ്പോൾ ഇത്രയും മതി, ബാക്കി പിന്നെ. ഞാൻ തലയാട്ടി. ആൻറ്റി ബ്ലൗസ് കയ്യിലെടുത്ത് എന്നെ പരിഹാസത്തോടെ നോക്കി. നീ തന്നെ വെച്ചേക്കടാ, എൻ്റെ സമ്മാനമായി കൂട്ടിക്കോ എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ആൻറ്റി കതക് തുറന്ന് താഴേക്കിറങ്ങിപ്പോയി. രാത്രി ഭക്ഷണം കഴിക്കാൻ എന്നെ പതിവായി ആൻറ്റി വിളിക്കാറുള്ളതാണ്. പക്ഷെ അന്ന് രാത്രി ആൻറ്റി എന്നെ വന്ന് വിളിച്ചില്ല. എനിക്കാണെങ്കിൽ നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർത്ത് ആൻറ്റിയോടോ അല്ലെങ്കിൽ താഴെ ചെന്ന് ഫുഡ് വേണമെന്ന് ചോദിക്കാനോ മടിയുമാണ്. മുത്തശ്ശിയോട് ചോദിച്ചാൽ ആൻറ്റിയോട് ചോദിക്കാനും പറയും. TV സീരിയൽ വിട്ടൊരു കളിയും മുത്തശ്ശിക്കും മുത്തശ്ശനും ഇല്ല. അങ്ങനെ ഞാൻ വിശന്നിരിക്കുമ്പോഴാണ് എനിക്ക് ആൻറ്റിയുടെ മിസ്ഡ് കോൾ കിട്ടുന്നത്. ഞാൻ താഴോട്ട് ആൻറ്റിയുടെ റൂമിലോട്ട് പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ച് കുറേ നേരം ഇരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൻ്റെ വാതിലിൽ ഒരു കൊട്ട് കേട്ട് ഞാൻ തുറന്നു. നേരത്തെ ഇട്ട വേഷത്തിൽ തന്നെയാണ് ആൻറ്റി. വാതിൽ തുറന്ന പാടെ ആൻറ്റി എൻ്റെ കരണത്തടിച്ചു. എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് സോഫയിലേക്കിട്ടു. എൻ്റെ മീതെ കയറിയിരുന്ന് ആൻറ്റി എൻ്റെ 2 കരണത്തും അടിച്ചു. ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞേൽപ്പിച്ചിരുന്നോ മൈമോനെ? എന്ന് ഞാൻ വിക്കി. എന്നിട്ട് നിനക്ക് എന്താണടാ അനുസരിച്ച? നിൻ്റെ വാ തുറ. ആൻറ്റി എൻ്റെ 2 കവിളിലും കുത്തിപ്പിടിച്ച് വാ തുറപ്പിച്ചു. ഇതെൻ്റെ ചെറിയൊരു പണിഷ്മെൻറ്റ് കേട്ടോടാ. എൻ്റെ പള്ളയ്ക്ക് കൈകൊണ്ടൊരു കുത്ത്. ഉഫ്, അറിയാതെ എൻ്റെ വാ പിന്നെയും തുറന്നു പോയി. ആൻറ്റി എന്നെ ദേഷ്യത്തോടെ നോക്കി. അരിശം തീരാതെ ആൻറ്റി എന്നെ മുന്നിൽ വന്ന് എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. ഇനി ഞാൻ താഴോട്ട് പോകും. 10 മിനിറ്റിനകം നീയും എത്തണം എൻ്റെ റൂമിൽ. വെറുതെ എന്നെ വീണ്ടും ഇങ്ങോട്ട് വരുത്തരുത് കേട്ടോ പുന്നാര മോനെ.
ആൻറ്റി നിന്ന് ഉറഞ്ഞു തുള്ളി. 10 മിനിറ്റിനകം ഞാൻ ആൻറ്റിയുടെ റൂമിലെത്തി. ഒരു 5 സ്റ്റാർ ഹോട്ടൽ റൂം പോലെയുണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. ടേബിൾ ലാമ്പിൻ്റെ അരണ്ട വെളിച്ചവുമുണ്ട് മുറിയിൽ. ഞാൻ റൂമിലെത്തി പാടെ ആൻറ്റി പ്രധാന ബൾബ് ഓണാക്കി. ആൻറ്റിയുടെ വേഷം മാറിയിട്ടുണ്ട്. രാത്രിയിലിടുന്ന കൈയില്ലാത്ത ഗൗണാണ് വേഷം. നിനക്കുള്ള ഡിന്നർ തരാനാണ് വിളിപ്പിച്ചത്, മനസ്സിലായോടാ? ഞാൻ തലയാട്ടി. പക്ഷേ നീ എൻ്റെ നായയല്ലേ, അപ്പോൾ ആ രീതിക്കാണ് നിനക്കുള്ള ഡിന്നർ. ആൻറ്റി ഒരു ഫൈബറിൻ്റെ പ്ലേറ്റ് ടേബിളിൽ നിന്നെടുത്ത് താഴേക്കിട്ടു. എന്താടാ നോക്കുന്ന നായെ, മുട്ടിലിരുന്നോ താഴെ? ആൻറ്റിയുടെ ആജ്ഞപ്രകാരം ഞാൻ ആ പ്ലേറ്റിന് മുൻപിൽ മുട്ടിലിരുന്നു. ആൻറ്റി ഒരു പ്ലേറ്റിൽ ആൻറ്റിക്കായി കരുതിയിട്ടുള്ള ബിരിയാണി തുറന്നപ്പോൾ എനിക്ക് കൊതിയായി. ഉച്ചയ്ക്ക് ശേഷം ഒരു വക കഴിച്ചിട്ടില്ല. ഈ നാശം പിടിച്ച സ്ത്രീ എന്നെ മാക്സിമം ചൂഷണം ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയ നേരത്തെ ഞാൻ മനസ്സാ ശപിച്ചു. ആൻറ്റി എന്നെ നോക്കി. ടേബിളിനടുത്ത് കസേര നീക്കിയിട്ടു. എന്നിട്ട് ആനന്ദത്തോടെ ആ ബിരിയാണി മണത്തു. എന്നിട്ട് കുറേശ്ശെയായി കഴിച്ചു തുടങ്ങി. ഞാൻ ഇടം കണ്ണിട്ട് ആൻറ്റിയെ നോക്കി. ആൻറ്റി കഴിച്ചുകൊണ്ടിരിക്കെ ആ പാത്രവുമായി എണീറ്റ് എൻ്റെ മുന്നിൽ വന്നു നിന്നു. ആൻറ്റി കാലുകൊണ്ട് ആ പാത്രം നീക്കി കട്ടിലിനടുത്തേക്കാക്കി. എന്നിട്ട് ആൻറ്റി കട്ടിലിനറ്റത്തായിരുന്നു. ഒരു ചിക്കൻ പീസ് കടിച്ച് ചവച്ച് അതിനുശേഷം ചവച്ച ഭാഗം എൻ്റെ പ്ലേറ്റിലേക്ക് തുപ്പിയിട്ടു. മിഴിച്ചു നിൽക്കാതെ വന്ന് തിന്നടാ നായേ, ആൻറ്റി എന്നെ നോക്കി പറഞ്ഞു. ആൻറ്റി സ്വല്പം ബിരിയാണി റൈസും ചവച്ച് തുപ്പി എൻ്റെ പ്ലേറ്റിലേക്കിട്ടു. വേണേ തിന്നോ, ഇതല്ലാതെ ഇന്നിനി പച്ച വെള്ളം കിട്ടില്ല. ആൻറ്റിയുടെ ഭക്ഷണം കഴിച്ച് തീരാറായി. ഞാൻ ആ പ്ലേറ്റിനടുത്തേക്ക് നീങ്ങിയെങ്കിലും ആൻറ്റിയുടെ എച്ചിൽ എനിക്ക് തിന്നുന്നത് ആലോചിക്കാനേ കഴിഞ്ഞില്ല. ആൻറ്റിയുടെ ഭക്ഷണത്തെ കഴിച്ചു തീർന്നു. ആൻറ്റി എന്നെ പുച്ഛത്തോടെ നോക്കി ബാത്റൂമിലോട്ട് പോയി കൈ കഴുകി വന്നു. തിരികെ കട്ടിലിരുന്നു. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, നീ കഴിക്കണ്ടടാ, ആൻറ്റി ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്നിട്ട് മൊബൈലെടുത്ത് ഞാൻ ആൻറ്റിയുടെ വസ്ത്രം മോഷ്ടിക്കുന്നതും എല്ലാമുള്ള വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ തുടങ്ങി. ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കേട്ടോടാ, അല്ലെങ്കിൽ ഇത് നിൻ്റെ തള്ളയ്ക്കെത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് ആൻറ്റി ഊറിച്ചിരിച്ചു. അല്ല ആൻറ്റി, എനിക്ക് വിശക്കുന്നില്ലതാ, ഞാൻ പതിയെ പേടിച്ചിട്ട് പറഞ്ഞു. ആണോ, പക്ഷേ എനിക്ക് നിന്നെ ഊട്ടിയല്ലേ പറ്റൂ, നിന്നെ നല്ലോണം നോക്കണമെന്നാണ് നിൻ്റെ അമ്മ പറഞ്ഞേക്കുന്നത്. അത് പറഞ്ഞ് ആൻറ്റി ഒരു നേരിയ ഗ്ലൗസ് എടുത്തിട്ടു. എന്നിട്ട് ആൻറ്റി ചവച്ച് തുപ്പിയിട്ട ഭക്ഷണം കയ്യിലെടുത്ത് എൻ്റെ മുടിക്കുത്തിന് പിടിച്ച് വാ തുറപ്പിച്ച് വായിലേക്ക് കുത്തി തിരുകി. കഴിക്കടാ നായിൻ്റെ മോനെ എന്ന് പുലമ്പി. എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഒരുവിധം ഞാൻ അറിയാതെ തന്നെ അതിറങ്ങിപ്പോയി. ആൻറ്റി ആനന്ദത്തോടെ ഇരുന്ന് മന്ദഹസിച്ചു. എന്നിട്ട് ആൻറ്റി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഗ്ലൗസ് ഊരി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കിട്ടു. ശേഷം എൻ്റെ അരികിൽ വന്ന് കുനിഞ്ഞ് എന്നോടായി പറഞ്ഞു, നേരെ എൻ്റെ മുഖത്തോട്ട് നോക്കടാ. ഞാൻ തല ഉയർത്തി നോക്കുമ്പോൾ ആൻറ്റി എൻ്റെ മുഖത്തോട്ട് കാറി തുപ്പി. ഇന്ന് ഇത്രയേ ഉള്ളൂ, സാറ് മുഖം കഴുകിപ്പോയി കിടന്നോ, വലിയ പണിഷ്മെൻ്റൊക്കെ നാളെ തരാം കേട്ടോ. അത് പറഞ്ഞ് ആൻറ്റി വശ്യമായി ഒന്ന് ചിരിച്ചു. ഒരിരയോടുള്ള പക പോലെ ആ നോട്ടം എന്നെ കൂടുതൽ പേടിപ്പെടുത്തി. ഞാൻ പതിയെ എണീറ്റ് നിന്നു. ബാത്റൂമിലോട്ട് പോകാൻ തിരിഞ്ഞപ്പോൾ ആൻറ്റി ബെഡിലേക്ക് വീണുകൊണ്ട് പറഞ്ഞു, നിൻ്റെ റൂമിൽ പോയിട്ട് കഴുകിയേച്ചാൽ മതി കേട്ടോടാ കൊടിച്ചിപ്പട്ടി, ചെല്ല് പോ. ഞാൻ ആൻറ്റിയുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങി. ആൻറ്റി എന്നെ ശ്രദ്ധിക്കാതെ ബെഡിൽ മലർന്ന് കിടന്ന് ഫോൺ കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി കിടന്നു. പിറ്റേന്ന് രാവിലെ ആൻറ്റി ലോകത്തെ ഏറ്റവും കുലീനയായ സ്ത്രീയെപ്പോലെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. മുത്തശ്ശിയും മുത്തശ്ശനും രാവിലെ ഡൈനിങ് ഹാളിൽ ഉള്ളതുകൊണ്ടാണോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. ഒരു വയലറ്റ് നിറത്തിലുള്ള സാമാന്യം ഇറുകിയ നൈറ്റിയായിരുന്നു ആൻറ്റിയുടെ അപ്പോഴത്തെ വേഷം. ഏത് വേഷത്തിലും അമ്മായി സുന്ദരിയാണെന്ന് ഇന്നലത്തെ യാതനകൾക്കിടയിലും ഞാൻ മനസ്സിലോർത്തു. ഞാൻ വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോകാൻ നേരം ആൻറ്റി എൻ്റെ ചോറുപാത്രമായി ഉമ്മറത്തേക്കെത്തി. ഞാൻ ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കാതെ ആ പാത്രം കൈനീട്ടി വാങ്ങി. ആൻറ്റി അകത്തോട്ട് നോക്കി മുത്തശ്ശനും മുത്തശ്ശിയും ശ്രദ്ധിക്കുന്നില്ല എന്നുറപ്പ് വരുത്തി വലത് കൈവച്ച് എന്നെ വലിച്ചടിപ്പിച്ചു. വയറിൽ പിടിച്ച് ഞെരിച്ച് വേദനിപ്പിച്ചു. ഈ വേദന ഒരു സാമ്പിൾ കേട്ടോടാ. ആൻറ്റി പിടി അയച്ചുകൊണ്ട് എന്നെ നോക്കി കണ്ണുരുട്ടി. ഞാൻ അമ്മായിയെ ദയനീയ ഭാവത്തിൽ നോക്കി.
നിന്ന് നേരം കളയാതെ പോകാൻ നോക്കടാ. രാത്രി ഞാൻ മിസ്സടിക്കുമ്പോൾ റൂമിലേക്ക് എത്തണം, മറക്കണ്ട എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ പിടിച്ച് മുറ്റത്തേക്ക് തള്ളി. ഞാൻ വീഴാൻ പോയെങ്കിലും ബാലൻസ് ചെയ്ത് മുറ്റത്ത് നിന്നു. അകത്തേക്ക് ഇളകി ആടി നടന്നു നീങ്ങുന്ന ആൻറ്റിയെ പേടിയോടെ നോക്കി. അന്നത്തെ ദിവസം കോളേജിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പോലും എനിക്ക് ശരിക്കും സാധിച്ചില്ല. തലേന്ന് നടന്ന സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ ചെറുതായി മൂഡ് വരുമെങ്കിലും അതോടൊപ്പം തന്നെ അറപ്പും ദേഷ്യവും സങ്കടവുമൊക്കെ മാറി മാറി വരുന്നുമുണ്ട്. ഇന്ന് രാത്രി എന്തൊക്കെ നടക്കുമെന്ന് ആലോചിക്കുമ്പോൾ അതിലേറെ ടെൻഷനുമാണ്. കോളേജ് വിട്ടു വരുന്ന സമയത്ത് വീട്ടിൽ അമ്മായി ഇല്ലായിരുന്നു. മുത്തശ്ശിയാണ് ചായ എടുത്ത് തന്നത്. അത് കഴിച്ച് ഞാൻ നേരെ എൻ്റെ റൂമിൽ പോയി കിടന്നു. 8 മണിയൊക്കെ ആയപ്പോൾ മുത്തശ്ശി വന്ന് രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. ഞാൻ അത് ചെന്ന് കഴിച്ചു. അപ്പോഴും ആൻറ്റിയെ അവിടെങ്ങും കണ്ടില്ല. ആൻറ്റി എവിടെ പോയെന്ന് മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ ആൻറ്റിയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കല്യാണമാണെന്നും അവിടേക്ക് പോയതാണെന്നും മുത്തശ്ശി പറഞ്ഞു. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ച് കിടക്കാൻ കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആൻറ്റിയുടെ മിസ്ഡ് കോൾ വന്നു. സമയം ഒരു 10 മണി ആകാറായിട്ടേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ ആൻറ്റിയുടെ കോള് വീണ്ടും വന്നു. ഞാൻ പേടിച്ചുകൊണ്ടാണ് ഫോൺ എടുത്തത്. എന്താടാ നായേ, നിനക്ക് ഫോൺ എടുക്കാൻ ഇത്ര മടി? മറുതലക്കിൽ നിന്ന് ആൻറ്റിയുടെ മധുരസ്വരം കേട്ടു. ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. ഡാ നായേ, നിൻ്റെ റൂമിലെ ടേബിളിന് മീതെ ഒരു കീ ഉണ്ട്. അത് നിൻ്റെ റൂമിനടുത്ത് പൂട്ടിക്കിടക്കുന്ന റൂമിൻ്റെ കീയാ. അതെടുത്ത് ആ റൂം തുറന്ന് ഉള്ളിലിരി, മറക്കണ്ട. പിന്നെ അകത്ത് കയറിയ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തോണം, കേട്ടോടാ. ആൻറ്റി സ്വല്പം കടുപ്പിച്ചാണെന്ന് ആ സ്വരത്തിലെ മാറ്റം തെളിയിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ റൂമിനടുത്തുള്ള മുറി തുറന്നു. ഒരു കട്ടിലും ബെഡും മാത്രമാണ് ആ റൂമിലുള്ളത്. പിന്നെ ഒരു മരത്തിൻ്റെ സാമാന്യം വലിയ സിംഹാസനം പോലുള്ളൊരു കസേരയും ഒരു വലിയ അലമാരയും റൂമിൻ്റെ അരികിലായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ലോക്കർ പോലുള്ള ചെറിയ അലമാര കൂടിയുണ്ട്. ഞാൻ അകത്തു നിന്ന് ഡോർ ലോക്ക് ചെയ്ത് ആ കസേരയിലിരുന്ന് മൊബൈലെടുത്ത് ചുമ്മാ യാന്ത്രികമായി എന്തൊക്കെയോ ചെയ്തു. ഞാൻ ആ മുറിയിൽ കടന്ന് കുറേ സമയം കടന്നുപോയി. ഇടയ്ക്ക് എപ്പോഴോ ഡോർ അൺലോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടു. അമ്മായിയാണ്. ഒരു കൈയില്ലാത്ത പച്ച ബ്ലൗസും മഞ്ഞയും പച്ചയും കളറിലുള്ള വില കൂടിയ മോഡേൺ സാരിയുമാണ് വേഷം. ആൻറ്റി വാതിലടച്ച് തിരിഞ്ഞു നോക്കിയതും കസേരയിൽ കയറിയിരിക്കുന്ന എന്നെയാണ്. ആൻറ്റി കയ്യിലുണ്ടായിരുന്ന പേഴ്സ് വലിച്ചെറിഞ്ഞ് എൻ്റെ നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു. എൻ്റെ കോളറിന് പിടിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ മുഖം ബലമായി ചുമരിലുരച്ച് വേദനിപ്പിച്ചു. കള്ളക്കാവടി മോനെ, നിനക്ക് കയറി ഇരിക്കാനുള്ളതല്ല ഈ സ്ഥലം, കേട്ടോടാ എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെ ബെഡിലേക്ക് തള്ളിയിട്ടു. ആൻറ്റി മുടി മാടി കെട്ടിയപ്പോൾ ആൻറ്റിയുടെ ചെമ്പൻ രോമങ്ങൾ വിയർപ്പിൽ തിളങ്ങിക്കിടക്കുന്നത് എന്നെ ആ സമയത്തും വികാരം കൊള്ളിച്ചു. ആൻറ്റി എൻ്റെ നോട്ടം മനസ്സിലാക്കി. ആൻറ്റി ആ സിംഹാസന സമാനമായ കസേരയിലേക്കിരുന്നു. കാലിൽ കാല് കയറ്റിയിരുന്ന് കൈകൊണ്ട് എന്നോട് ചെല്ലാൻ ആംഗ്യം കാണിച്ചു. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ആൻറ്റി ശുഭിതയായി. പന്ന നായിൻ്റെ മോനെ, മുട്ടിലഴഞ്ഞു വാടാ. ഞാൻ സ്വിച്ചിട്ട പോലെ താഴേക്കിരുന്നു. അതിനുശേഷം മുട്ടിലിഴഞ്ഞ് ആൻറ്റിയുടെ കാൽച്ചുവട്ടിലെത്തി. ആൻറ്റിയുടെ കാൽപാദം എൻ്റെ തലയിൽ അമർന്നു. ഞാൻ അപ്പോൾ നിലത്തേക്ക് കമിഴ്ന്ന് കിടന്നു. ആൻറ്റി എൻ്റെ തല സ്വല്പം ബലമായി തറയിൽ അമർത്തി വേദനിപ്പിച്ചു. ആൻറ്റി എന്നെ ഞാൻ കിടന്ന് ഞെരിപിരി കൊള്ളുന്നത് കണ്ട് രസിക്കുന്നുണ്ട്. ആൻറ്റി കാലെടുത്ത ശേഷം എൻ്റെ മുഖത്ത് താടിയിൽ ആൻറ്റിയുടെ ഇടംകാലുകൊണ്ട് കോർത്ത് മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ ഈ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട്, നെക്സ്റ്റ് പാർട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്തിട്ട് കേൾക്കണേ. അപ്പോൾ നമുക്ക് ഉടനെ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.